ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുടുംബശ്രീയുടെ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരിക എന്നതിലുപരി എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് ഇത് നടക്കുന്നത് തൃത്താലയിലാണ് എന്ന്. നമുക്ക് അറിയാം, കേരളത്തിൽ ഇന്ന് ഒരു ഗ്രാമീണ ഭംഗിയുടെ ഒരു ഉൾത്തുടിപ്പൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നാടുകൾ, ആ നാടുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ തൃത്താല അങ്ങനെയുള്ളൊരു സ്ഥലമല്ല. എനിക്ക് ഈ ഭാഗത്തേക്ക് വരാനും ഈ നാട് കാണാനും പല അവസരങ്ങളിൽ ഈ നാട്ടിൽ കൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തൂവൽ കൊട്ടാരമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് തൃത്താലയിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം തൃത്താലയിലേക്ക് വരാനും ഇവിടെയുള്ളവരെയൊക്കെ കാണാനും ഒരു അവസരം കൂടി കിട്ടുകയാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തരുന്ന ഒരു അവസരമായിരുന്നു. പിന്നെ ഈ സരസ് മേള, ഈ സരസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഒരു തടാകം, ഒരു വലിയൊരു തടാകം എന്നാണ് സരസിൻ്റെ അർത്ഥം. ഇവിടെ ഏറ്റവും അന്വർത്ഥമായിട്ടുള്ളൊരു പേര് തന്നെയാണ് ഈ മേളയ്ക്കുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 18ഓളം സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിപണന വേദിയായി ഈ സരസ് മേള മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് നോക്കിയപ്പോൾ പല പല ചാലുകളായി ഒഴുകി വന്ന് തൃത്താല എന്ന വലിയൊരു തടാകത്തിൽ ഒത്തുചേരുന്ന ഒരു സരസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള പേര് ഈ തിരഞ്ഞെടുത്തതിന് അതിനാരാണോ ഉത്തരവാദി അവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരുപക്ഷെ കേരളത്തിലെ എത്രയോ ജീവിതങ്ങളെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ്. ഒന്ന് തളർന്നോ അല്ലെങ്കിൽ മുഷിഞ്ഞോ എവിടെയെങ്കിലും മാറി ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ തെളിമ കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ വന്നു പോകുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് കുടുംബശ്രീയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ വലിയ ഒരു മാതൃകയായി കാണുന്ന ഒരു ഉദാഹരണമാണ്. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ മക്കളൊക്കെ ജോലിപരമായിട്ടുള്ള തിരക്കുകൾ കാരണം പല സ്ഥലങ്ങളിൽ മാറി നിൽക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്കാവുമോ, അമ്മ എന്ത് ചെയ്യും എന്നുള്ളൊരു വേവലാതി എപ്പോഴും മനസ്സിലുണ്ടാവുമായിരുന്നു. പക്ഷേ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും സ്വയം ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് കഥകളി പഠിക്കാനും മോഹിനിയാട്ടം പഠിക്കാനും തിരുവാതിരക്കളി പഠിക്കാനും ഇപ്പം ഒരു സുഹൃത്ത് സംഘം ഉണ്ടാക്കുവാനും അതേപോലെ അമ്മയുടെ തന്നെ സ്വന്തം വേദികളും സ്വന്തം സന്തോഷം കിട്ടുന്ന ഒത്തുചേരലുകളും എല്ലാം സ്വയം കണ്ടുപിടിച്ച് സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്നെ അത് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും അത്തരം ഒരു തെളിമ നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് കുടുംബശ്രീ തന്നെയായിരിക്കും. അതുകൊണ്ട് കുടുംബശ്രീ ചേച്ചിമാരെന്ന് പറയുന്ന ആ ഒരു ശക്തി ഞാൻ എന്നും മനസ്സുകൊണ്ട് ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം ആസ്വദിക്കാൻ ഇഷ്ടം അവിടുത്തെ ഒരു ഭക്ഷണം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ സ്റ്റോളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ റെക്കോർഡ് സെയിൽസിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്തു. എന്നെ സംബന്ധിച്ച് പല നാടുകളിൽ പോയി യാത്ര ചെയ്യാറുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയാലും ഞാൻ അറിയാതെ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ അടുത്ത് കുടുംബശ്രീ ചേച്ചിമാരുടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് ഞാൻ അറിയാതെ ചോദിക്കാറുണ്ട്. കാരണം പല സ്ഥലത്തെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്വന്തം വീട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഏറ്റവും നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതേ കൈപുണ്യത്തോടു കൂടി അതേ സ്നേഹത്തോടു കൂടി അതേ ഒരു എന്താ പറയുക അത്രയും നന്മയോടെയും ഇഷ്ടത്തോടെയും കൂടിയാണ് കുടുംബശ്രീ ചേച്ചിമാർ അതൊക്കെ ചെയ്യാറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഭക്ഷണത്തിൻ്റെ മേഖല മാത്രമല്ല, എത്രയോ നമ്മുടെ ജോലി അന്വേഷിച്ച് പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വലിയ വിദ്യാഭ്യാസം നേടി വലിയ വലിയ ജോലികളിരിക്കുക എന്നുള്ളൊരു സങ്കല്പം എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായി ഏത് തരത്തിലുള്ള ജോലി, ഏത് ചെറിയ ജോലിയാണെങ്കിൽ പോലും ഏറ്റവും ആത്മാർത്ഥമായും അത്രയും തലയെടുപ്പോടുകൂടിയും ചെയ്യാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ ചേച്ചിമാർ. നിങ്ങളുടെയൊക്കെ ഒരു ദിവസത്തെ ഒരു സേവനമില്ലെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ എത്ര ബുദ്ധിമുട്ടും എന്നുള്ളത് നിങ്ങളാണ് തിരിച്ചറിയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട്
നിങ്ങളൊന്നും ഇല്ലാതെ ഈ സമൂഹത്തിന് ഒരു ജീവിതമില്ല, ഒരു മുന്നോട്ടുള്ളൊരു യാത്രയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന ഒരു വിഭാഗമാണ് കുടുംബശ്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം എന്നെ ഇങ്ങോട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് സാറാണ്. രാജേഷ് സാറിന് വേണ്ടി അനുപമ മാഡമാണ് ആ ക്ഷണം എന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, ഈ ഒരു മേള ഇത്രയും ഒരു കെട്ടുറപ്പോടുകൂടി തലയെടുപ്പോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ രാജേഷ് സാറിൻ്റെയൊക്കെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ തൃത്താലയിലാണ് ഈ സമാപന ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത എനിക്ക് ഒരുപാട് വലിയ സന്തോഷം നൽകുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും മനസ്സ് നിറഞ്ഞ സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ്. കുടുംബശ്രീ ചേച്ചിമാരോട് ഞാൻ എൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു ഉറപ്പ് നൽകാനും ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ, സന്തോഷവും ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ലല്ലോ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഒരുപാട് 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 സ്നേഹം. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഉമ്മകൾ കിട്ടി, ഒരുപാട് സ്നേഹം നിറഞ്ഞ പുഞ്ചിരികൾ കിട്ടി. അപ്പോൾ തിരിച്ചങ്ങോട്ടും മനസ്സ് നിറഞ്ഞ 10,000 മടങ്ങ് സ്നേഹവും 10,000 മടങ്ങ് ഉമ്മകളും തിരിച്ചങ്ങോട്ട് തരും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് മഞ്ജു ചേച്ചി. അടുത്തതായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്